സോ വെൽക്കം ടു അവർ ഡേ 4. ഞാനിങ്ങനെ ഓരോ ക്ലിപ്പിന് എന്താന്നുള്ളത് പറയണേക്കാളും ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എത്ര സമയത്ത് ഞാൻ ഏതൊക്കെ കഴിക്കണം എന്നുള്ള കാര്യം. പിന്നെ 2-3 ദിവസം കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അല്ലാതെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് വീക്ക്ലി വൺസ് മാത്രം നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യുക. ഞാൻ ആദ്യത്തെ ദിവസം എൻ്റെ വെയിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ 7th ഡേയിൽ ഞാൻ എൻ്റെ വെയിറ്റ് എഗെയിൻ കാണിക്കാം എന്താന്നുള്ള കാര്യം. കാരണം നമ്മൾ ഡെയിലി വെയിറ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് ഇറങ്ങിയും താഴേക്ക് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു, രണ്ടാമത്തെ ദിവസം വെയിറ്റ് നോക്കുമ്പോൾ കുറച്ച് കമ്മിയാകുമ്പോൾ നമ്മൾ പിന്നെ നമുക്ക് പിന്നെ ഒരു മടിയാവും, ഒരു ടെൻഷൻ ആവും. ആ ഒരു രീതിയിൽ നമ്മൾ ഡെയിലി നോക്കാതിരിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ഇടയിൽ ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒരു കാരണം ഒന്ന് ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായി എന്ന് പറഞ്ഞിട്ട് ആ ദിവസത്തെ ഫുള്ള് പിന്നെ അങ്ങനെ വിട്ട് കളയരുത്. ആ ഒരു 2500 കലോറി അല്ലെങ്കിൽ 2600 കലോറി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഇപ്പോൾ ഒരു സപ്പോസ് 1-2 ദിവസം ഇടയിൽ മിസ്സാക്കിയാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ആ ഒരു ദിവസം. അല്ലാതെ ഇന്ന് ഞാൻ രാവിലെ കഴിച്ചില്ല, ഇനി ബാലൻസ് വിട്ട് കളയാൻ എന്ന രീതിയിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പിച്ച് ഒരാഴ്ച പോലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡയറ്റ് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെ 1-2 വർഷം മിസ്സാക്കി വേണ്ടിട്ട് ഫുൾ ഡേ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഓൾസോ നിങ്ങൾ സജഷൻസ് കൂടി ഷെയർ ചെയ്യുക. ഞാൻ ഈ ക്ലിപ്സ് ഒക്കെ ആഡ് ആക്കുന്നതിന്റെ കൂടെ തന്നെ അല്ലാതെ എന്റെ ഫേസ് കാണിച്ചിട്ടുള്ള സംസാരിക്കുന്ന വീഡിയോസ് കൂടി ആഡ് ആക്കിയിട്ടുള്ളത് ചെയ്യണോ, അങ്ങനെ നിങ്ങൾ സജഷൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യുക.